ഹായ് ഓൾ. ഇന്ന് നമുക്ക് വീടിനെക്കുറിച്ച് സംസാരിച്ചാലോ? ശരാശരി ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നം തന്നെയായിരിക്കും അല്ലേ വീട്. ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഓരോ അച്ഛനമ്മമാർക്കും സഹോദരി സഹോദരങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇനി വീടില്ലാതെ എപ്പോഴും കഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങളെങ്കിൽ ആത്മവിശ്വാസം കൈവിടരുത് കേട്ടോ. ഒരിക്കലും ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. ഓരോ ദിവസവും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ നിങ്ങളും ആ ലക്ഷ്യത്തിലെത്തും കേട്ടോ. ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും എല്ലാം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അത് നമ്മൾക്ക് മാത്രമല്ല, ഈ ജീവിക്കുന്ന ഒരുപാട് ഹാപ്പി ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണുന്ന ആൾക്കാർക്കും തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. മനുഷ്യരായാൽ ഇതൊക്കെ എന്താണെങ്കിലും ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും എല്ലാ സമയത്തും ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് ഒട്ടും സാധിക്കാത്ത കാര്യം തന്നെയാണ്. അത് തരണം ചെയ്യാൻ നമുക്കേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ആ തടസ്സങ്ങളൊക്കെ തരുന്നതും. അത് തരണം ചെയ്യാൻ നമുക്കേ കഴിയുള്ളൂ എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് നീങ്ങുമ്പോൾ മനസ്സിൻ്റെ ധൈര്യം കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യല്ലേ. ഓരോ പ്രയാസങ്ങളെ നേരിടുമ്പോഴും നമുക്കുള്ള മൈൻഡിൻ്റെ പവർ കൂടുകയാണ് ചെയ്യുക. ഇന്ന് ഗവൺമെൻറ്റും നല്ലവരായിട്ടുള്ള കുറേ മനുഷ്യരും ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ഒരുപാട് അവരോടൊക്കെ നന്ദി പറയാണ്. ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുടെ കണ്ണീരപ്പോൾ ഒരുപാട് മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും 2026 പുതിയ വർഷം വന്നിരിക്കുകയാണല്ലേ. ഈ വർഷത്തിലെങ്കിലും എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ളൊരു വീടും വലിയ സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന്, എല്ലാം സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വീട് എന്ന് പറയുമ്പോൾ കവയിത്രി സാവിത്രി രാജീവൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയുണ്ട്. കേൾക്കാൻ പറ്റുന്ന ആൾക്കാർ കേൾക്കാട്ടോ. പിന്നെ PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന നമ്മളെ ഉറൂബിൻ്റെ ഒരു കഥയും കൂടി ഉണ്ട്. അതും പറ്റുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കാട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ കുടിലാണെങ്കിലും വലിയ വീടാണെങ്കിലും ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ അവസാനം വീടൊക്കെ ഉണ്ടാക്കി ആ വീട്ടിലിരിക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഹാവ് എ നൈസ് ഡേ.